സത്യമെന്നാൽ എന്താണ്? യേശു എന്തുകൊണ്ടാണ് ഞാൻ തന്നെ സത്യം എന്ന് പ്രസ്താവിക്കുകയും എന്നാൽ പൊന്തിയോസ് പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ സത്യമെന്താണ് എന്ന് ന്യായാധിപൻ ചോദിച്ചപ്പോൾ അതിനോട് നിശബ്ദമായി മാത്രം പ്രതികരിക്കുകയും ചെയ്തത്? ഈ ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ച് ഞാൻ ചെയ്യുന്ന മൂന്നാമത്തെ വീഡിയോ ആണിത്. അതുകൊണ്ട് കഴിഞ്ഞ 2 വീഡിയോയിലെ ഉള്ളടക്കം കൂടെ ചേർത്ത് പരിഗണിച്ചാൽ മാത്രമേ ഈ അന്വേഷണത്തിൻ്റെ അർത്ഥം ശരിക്ക് മനസ്സിലാകുകയുള്ളൂ. ഞാനത് വീണ്ടും പറയുന്നത്, പലരും എൻ്റെ വീഡിയോകൾ 30 മിനിറ്റുള്ളൊരു വീഡിയോ 3 മിനിറ്റ് മാത്രം കണ്ട് ചില ശകലങ്ങൾ മാത്രം ശ്രദ്ധിച്ച് അതിനെ ആസ്പദമാക്കി പ്രതികരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് നന്നേ നിരാശയുണ്ടാകുന്നുണ്ട്. അതാരും എന്നോട് യോജിക്കുന്നില്ല എന്നതുകൊണ്ടല്ല. എന്തുകൊണ്ടാണ് വ്യക്തികൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസമുള്ള വ്യക്തികൾ, ചിന്തിക്കാൻ കഴിവുള്ള വ്യക്തികൾ, ആത്മാഭിമാനമുള്ള വ്യക്തികൾ അവരെ തന്നെ അപമാനിക്കുന്ന വിധത്തിൽ അല്പമായി മാത്രം അറിഞ്ഞുകൊണ്ട് അപ്രസക്തമായി പ്രതികരിക്കുന്നത്? അതൊരു സംസ്കാര ശൂന്യതയാണ്. അത് മനുഷ്യത്വത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്, സ്വയം നിന്നയാണ് എന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തിൽ അല്പം വിഷമം അനുഭവിക്കുന്നത്. അത് താരിപ്പായിപ്പോയെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാണ്? ഏതായാലും എനിക്ക് ഇവരോടും പറയാനുള്ളത്, ഞാൻ വീഡിയോകൾ ചെയ്യുന്നത് ഒരു യൂട്യൂബറായിട്ടല്ല എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ചില ദർശനങ്ങൾ, ചില അറിവുകൾ അനുഭവത്തിൽ കൂടെ വളരെ ക്ലേശിച്ച് പ്രാപിക്കാനിടയായിട്ടുള്ള ചില തിരിച്ചറിവുകൾ, അത് ചിലർക്കെങ്കിലും പ്രയോജനം ചെയ്യും എന്ന പ്രത്യാശയിൽ, അത് എനിക്ക് വേണ്ടി മാത്രം എൻ്റെ സ്വകാര്യ സ്വത്തായി കാത്തു സൂക്ഷിക്കേണ്ടതല്ല, അത് എന്നിൽ നിന്ന് അന്യരിലേക്ക് പ്രവഹിച്ച് അവിടെ നന്മയായി ഭവിക്കേണ്ടതാണ് എന്ന ഒരേ ഒരു കരുതലിലാണ് ഞാൻ ഈ സംരംഭത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് ആശയങ്ങളെ നിങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കി അതിൻ്റെ അർത്ഥത്തിലും സത്യത്തിലും ആത്മാവിലും പ്രതികരിക്കാൻ കഴിയുന്നത്രയും ശ്രമിക്കുക. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ യേശു പറയുന്നു, ഞാൻ തന്നെ സത്യമാണ്. ഞാൻ മുൻപ് പറഞ്ഞ വീഡിയോയിൽ അവതരിപ്പിച്ച ആശയം ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ യാത്ര ആരംഭിക്കാം. 2 തരത്തിലുള്ള സങ്കല്പങ്ങളാണ് ഇത് സംബന്ധിച്ച് മനുഷ്യരുടെ സ്ഥിതി ചെയ്യുന്നത്. സത്യമെന്നത് ചില പ്രസ്താവനകളാണ്. ഇപ്പോൾ ഒരു കേസുണ്ടായി, ഒരു കത്തിക്കുത്ത് നടന്നു, ആ കത്തിക്കുത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് വിചാരിക്കുക. അത് വിചാരണ നടക്കും. വിചാരണ നടക്കുമ്പോൾ അതിൻ്റെ സാക്ഷികളായി നിങ്ങളവിടെ പോകും, അത് കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതെന്താണ് സംഭവിച്ചത് എന്ന വാക്കിൽ കൂടെ നിങ്ങൾക്ക് പറയാൻ. അപ്പോൾ അതിൻ്റെ സത്യം, വിറ്റ്നസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അത് ഗ്രീക്ക് ഭാഷയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ഒരു വാക്കാണ്. പറഞ്ഞത് തന്നെ പറയുന്നവനാണ് സാക്ഷി, അതായത് മാറ്റി പറയാത്തവൻ. അതുപോലെ സത്യം പറയുന്നവൻ. നിങ്ങളവിടെ ഉണ്ടായിരുന്നോ? ആദ്യം ചോദിക്കുമ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ 5 പേരെ ചോദിക്കുമ്പോൾ നിങ്ങളവിടെ ഉണ്ടായിരുന്നു? ഇല്ല, ഞാനവിടെ ഇല്ലായിരുന്നു. അത് സാക്ഷിയാകത്തില്ല, അത് കള്ളസാക്ഷിയാണ്. അപ്പോൾ അത് ഈ മുമ്പിൽ നിൽക്കുന്നത് സാക്ഷിയാണോ കള്ളസാക്ഷിയാണോ എന്ന ന്യായാധിപന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ സാക്ഷികളെ ക്രോസ് വിസ്താരം ചെയ്യുന്നത്. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്, വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ സത്യം ചില പ്രസ്താവനകളാണ്. ഇപ്പോൾ ക്രിസ്തു മതത്തിൽ വന്ന ഒരു വലിയ അപകടം, ഒരു വലിയ നഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഭൂമിയിൽ എല്ലായിടത്തും പോയി എൻ്റെ സാക്ഷികളാകുമെന്ന് യേശു പറഞ്ഞു. എന്നാൽ ഈ സാക്ഷിയാകുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അതിൻ്റെ അച്ചടക്കമാണ്, നിങ്ങൾ എന്നിൽ വസിപ്പിൻ ഞാൻ നിങ്ങളിലും വസിക്കും, അങ്ങനെയെങ്കിൽ നിങ്ങളധികം ഫലം കായ്ക്കും. പക്ഷേ ഈ സാക്ഷ്യത്തെ വാക്കുകളിൽ ഒതുക്കിക്കളഞ്ഞു. ഏറ്റവും ആവേശത്തോടുകൂടെ വികാരഭരിതമായി വലിയ ഉച്ചത്തിൽ അലച്ചു പോകുന്നതാണ് സാക്ഷ്യമെന്ന് ക്രിസ്ത്യാനി വിശ്വസിച്ചു. അതുകൊണ്ട് അന്തരീക്ഷം കുറച്ചുകൂടെ മലീമസമായി, നോയിസ് പൊല്യൂഷൻ എന്ന് പറയും. ക്രിസ്ത്യാനിയുടെ ഈ സുവിശേഷ പ്രഘോഷണം കൊണ്ട് അന്തരീക്ഷം കുറച്ചുകൂടെ മലീമസമല്ലാതെ സമൂഹത്തിന് കാര്യമായ നന്മയൊന്നും വന്നിട്ടില്ല. കേരളത്തെ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ, കേരളത്തിൻ്റെ മണ്ണ് തന്നെ സുവിശേഷ പേമാരി കൊണ്ട് കുഴഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ ധാർമ്മിക ബോധം കൂടുതൽ നാൾക്ക് നാൾ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മാരാൺമൺ പോലെയുള്ള വലിയ വലിയ കൺവെൻഷനുകളുടെ യഥാർത്ഥത്തിലുള്ള നല്ല ഇൻഫ്ലുവൻസ് എന്തായിരുന്നു, എന്തെങ്കിലും ഉണ്ടോ എന്നാരും അന്വേഷിക്കുന്നുമില്ല. അതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയമല്ലാത്തതുകൊണ്ട് ഞാനതങ്ങ് വിടുകയാണ്.
അപ്പോൾ സത്യത്തെപ്പറ്റി ഇങ്ങനെയൊരു കാഴ്ചപ്പാട്, ചില പ്രസ്താവനകൾ അത് സത്യമാണ്, ഞാൻ പറയുന്നത് സത്യമാണ്. യേശു അതല്ല പറയുന്നത്. അതുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് വളരെ വ്യത്യസ്തമായ മറ്റൊരു സമീപനമുണ്ട്. ഞാൻ തന്നെയാണ് സത്യം എന്ന് യേശു പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ അവൻ അഹങ്കാരമാണല്ലോ പറഞ്ഞത്. അല്ല, സത്യമാണ് പറഞ്ഞത്. ഞാൻ പറയുന്നത് സത്യമാണെന്ന് പറഞ്ഞാൽ അർത്ഥം വേറെയാണ്. ഞാൻ തന്നെ സത്യമെന്ന് പറയുമ്പോൾ അതിന് മറ്റൊരർത്ഥമാണ്. ഇപ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞു, എൻ്റെ ജീവിതമാണ് എൻ്റെ മെസ്സേജ്. മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. എനിക്ക് പറയാനുള്ളത് എൻ്റെ ജീവിതമാണ്. എനിക്ക് പറയാനുള്ളത് എൻ്റെ ജീവിതമാണ്. എൻ്റെ ജീവിതം നിങ്ങളോട് സംസാരിക്കുന്നത് മാത്രം നിങ്ങൾ കണക്കിലെടുത്താൽ മതി. എൻ്റെ ജീവിതം നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളത് മാത്രം നിങ്ങൾ കണക്കിലെടുത്താൽ മതി. അത് മറ്റൊരു തട്ടത്തിലുള്ള അനുഭവമാണ്. ആ ഒരു സാധ്യതയുണ്ട് എന്ന് എന്തുകൊണ്ടാണ് മനസ്സിലാക്കാൻ നാം ധൈര്യം കാണിക്കാത്തത്, അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ലാത്തത് എന്തുകൊണ്ട്? അപ്പോൾ പൊന്തിയോസ് പീലാത്തോസ് ന്യായാധിപൻ്റെ ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കൊണ്ട് അവൻ്റെ മുമ്പിൽ നിസ്സഹായനായി നിൽക്കുന്ന ഈ യുവാവ്, നസ്രേനായ യേശു എന്ന യുവാവ്, ഭാഷയുടെ അഭ്യാസത്തിൽ സത്യം എന്താണെന്ന് ഈ ന്യായാധിപനോട് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. അതാർക്കും സാധ്യമല്ല. എന്നാൽ സത്യമാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള സ്വാതന്ത്ര്യവും പൊന്തിയോസ് പീലാത്തോസിനില്ല. രണ്ട് സൈഡിലുമുണ്ടത്. യേശു എന്ന സത്യത്തെ തിരിച്ചറിയണമെങ്കിൽ അവൻ 3.5 വർഷമായി നടത്തിയ പരസ്യ ശുശ്രൂഷയുടെ ആകെത്തുക എന്തെന്ന് മനസ്സിലാക്കുകയും അതിൽ കൂടെ വെളിപ്പെട്ടു വന്ന നൂതനമായ, മുൻപൊരിക്കലും ഉണ്ടായിട്ടിരുന്നിട്ടില്ലാത്ത അറിവുകളും കാഴ്ചപ്പാടുകളും വ്യവഹാര രീതികളും ലക്ഷ്യങ്ങളും സംസ്കാരവും അനുഭവങ്ങളും ബന്ധങ്ങളും എല്ലാം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് സത്യം തന്നെയാണ് എന്ന് തിരിച്ചറിയുവാൻ പൊന്തിയോസ് പീലാത്തോസിന് സാധിക്കുകയുള്ളൂ. ഇതിൽ നിന്ന് തുലവും വ്യത്യസ്തമായ അനുഭവം വന്ന ഒരു റോമൻ ശതാധിപനെ നാം സുവിശേഷത്തിൽ കാണുന്നുണ്ട്. യേശു ക്രൂശിൽ തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നത് കണ്ട് ആ റോമൻ ശതാധിപൻ എന്താണ് പറഞ്ഞത്? ഇവൻ ദൈവപുത്രനാകുന്നു നിശ്ചയം. യേശു അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. അവൻ്റെ ജീവിതം കണ്ട് ചില സത്യങ്ങൾ തിരിച്ചറിയാതിരിക്കാൻ വയ്യ എന്ന അനുഭവത്തിൽ ഒരു റോമൻ ശതാധിപൻ, അതായത് യേശുവിനെ ആരാണ് കൊല്ലുന്നത്, ഏതധികാരത്തിൻ്റെ മുദ്ര വെച്ചുകൊണ്ടാണ് അവനെ കൊല്ലുന്നത്, അതിൻ്റെ സംരക്ഷകരായി നിൽക്കുന്ന, അതിൻ്റെ അംശമായി നിൽക്കുന്ന ഒരു ശതാധിപനാണ് പറയുന്നത്, ഇവൻ ദൈവപുത്രനാണ്, സംശയമില്ല. അത് സംഭവിക്കുന്നത് വാക്കുകളുടെ ചാതുര്യം കൊണ്ടല്ല, അനുഭവങ്ങളുടെ സത്യസന്ധത കൊണ്ടാണ്, അനുഭവങ്ങളുടെ ആധികാരികത കൊണ്ടാണ്, അത് വ്യക്തിത്വത്തിൻ്റെ അതുല്യമായ ആ പ്രഭ കൊണ്ടാണ്. ആ സത്യമാണ് യേശു എന്ന് ക്രിസ്ത്യാനികൾ ഈ വൈകിയ വേളയിലെങ്കിലും തിരിച്ചറിയണം എന്ന ഒരു അഭ്യർത്ഥന ഈ ഉള്ളവനുണ്ട്. നമുക്കിത് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് ചില കാര്യങ്ങൾ മാത്രം പരിമിതമായ സമയത്തിനുള്ളിൽ ഞാൻ പങ്കിടാൻ പോവുകയാണ്. നമുക്ക് ചെറിയ ഉദാഹരണം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യത്തിൽ യേശു പറയുന്നു, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിപ്പിൻ. നിങ്ങൾ ശത്രുക്കളെ സ്നേഹിപ്പിൻ. ഈ നിങ്ങൾ ഇന്നത് ചെയ്യുവീനെന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ ആശയം അത് സാധ്യമാണ് എന്നുള്ളതാണ്. അസാധ്യമായത് നമ്മളോട് പറയുന്നത് അതൊരു കളിതമാശ പോലെയാണ്. നിങ്ങൾ ശത്രുക്കളെ സ്നേഹിപ്പിനെന്ന് പറയുമ്പോൾ അത് സാധ്യമാണ് എന്നതാണ് എൻ്റെ അടിസ്ഥാനപരമായ സങ്കല്പം. അത് കള്ളമാണോ സത്യമാണോ? അത് സത്യമാണോ കള്ളമാണോ നിങ്ങൾ പറയും. ഇന്ന് ലോകത്തിൽ സ്ഥിതി ചെയ്യുന്ന മനുഷ്യനിർമ്മിതമായ ഈ വ്യവസ്ഥിതിക്കുള്ളിൽ വെച്ച് നോക്കുമ്പോൾ അത് കള്ളമാണ്. എന്തുകൊണ്ട് കള്ളമാണ്? അത് സാധ്യമല്ല. ഇപ്പം നിങ്ങൾ ആരെങ്കിലും പറയുകയാണ്, ഇന്ത്യക്കാർ മുഴുവൻ പാകിസ്ഥാനികളെ സ്നേഹിക്കണം, അതുപോലെ ജനറൽ മുനീറിനോട് നിങ്ങൾ പറയുകയാണ് നിങ്ങൾ നരേന്ദ്രമോദിയെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല എന്ന് മാത്രമേ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കാവൂ. അല്ല, ഇസ്രയേലിനോട് പറയുകയാണ് നിങ്ങൾ ഇറാനികളെ സ്നേഹിക്കണം, എല്ലാ ഇസ്രയേലികളും അവിടെ പറന്ന് ചെന്ന് ഇറാനികളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കണം എന്ന് പറഞ്ഞാൽ നിനക്ക് ഭ്രാന്താണെന്നേ പറയത്തുള്ളൂ. കാരണം അത് സാധ്യമല്ല.
എന്നാൽ അത് സാധ്യമാകുന്ന ഒരു വ്യവസ്ഥിതി, ഒരവസ്ഥ, ഒരു സംസ്കാരം, ഒരു കാഴ്ചപ്പാട്, ഒരു ആത്മീയമായ ദർശനം സൃഷ്ടിക്കാൻ സാധിക്കും എന്നതാണ് സത്യം. പക്ഷെ അതെങ്ങനെയാണ് സത്യമാകുന്നത്? അത് സത്യമാകണമെങ്കിൽ, പ്രത്യേകം മനസ്സിലാക്കുക, അത് സത്യമാകണമെങ്കിൽ ഇപ്പോൾ നിലവിലിരിക്കുന്ന വ്യവസ്ഥിതി സത്യമല്ല എന്ന് നാം തിരിച്ചറിയേണ്ടി വരും. അവിടെയാണ് പ്രശ്നം. മനുഷ്യരാരും തന്നെ അവർ നിർമ്മിച്ചെടുത്ത, അവരഭിമാനം കൊള്ളുന്ന ഒരു വ്യവസ്ഥിതി അസത്യമാണ് എന്ന് സമ്മതിക്കുകയില്ല. ഇതിൻ്റെ ഒരു ഉദാഹരണം പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. യഹൂദന് എന്തുകൊണ്ടാണ് യെരുശലേം ദേവാലയത്തോട് ഇത്ര വലിയ അഭിമാനവും അടുപ്പവും തോന്നിയത്? അത് യഹൂദൻ്റെ കരവിരുതാണ്, അവൻ്റെ കൈകൊണ്ട് നിർമ്മിച്ചതാണ്. എന്നാൽ അതിൽ മാത്രം അടങ്ങി നിൽക്കുന്ന യഹൂദന്, പിന്നെ അതിൽ മാത്രം കേന്ദ്രീകൃതമായ യഹൂദ പുരോഹിത വർഗത്തിൻ്റെ മേൽക്കോയ്മ, ഇത് മാത്രം കണ്ടിരിക്കുന്ന യഹൂദന് ഇതിനപ്പുറത്തൊരു സാധ്യതയുണ്ട്, ദൈവരാജ്യം എന്നൊരു സങ്കല്പമുണ്ടെന്ന് പറഞ്ഞാൽ അവനത് പച്ചക്കള്ളമാണെന്നേ പറയത്തുള്ളൂ. എന്നാൽ യേശു പറയുന്നു, നീ അഭിമാനിക്കുന്ന ഈ യെരുശലേം ദേവാലയമില്ലേ, അതൊരു കല്ലിന്മേൽ മറ്റൊരു കല്ല് അവശേഷിക്കാത്ത വിധത്തിൽ തകർന്ന് തരിപ്പണമാകുന്ന നാൾ ഇതാ വരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ, അങ്ങനെ ആ കെട്ടിടം തകർന്ന് വീണതിൽ യേശുവിന് താല്പര്യമുണ്ടെന്നല്ല എൻ്റെ അർത്ഥം. ആലങ്കാരികമായ യേശു പറയുന്നത്, നീ ഇപ്പോൾ വെച്ച് പുലർത്തുന്ന സങ്കല്പം സത്യത്തിന് നിരക്കുന്നതല്ല, ഇതല്ല ആത്യന്തികമായ സത്യം. വരാൻ പോകുന്ന, വെളിപ്പെടുവാൻ പോകുന്ന സത്യത്തെ ആപേക്ഷികമായി നോക്കുമ്പോൾ ഇത് അസത്യമാണ്. യഹൂദൻ്റെ അഹങ്കാരമായ യെരുശലേം ദേവാലയം യഥാർത്ഥ ദേവാലയം എന്ന സങ്കല്പത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിച്ചാൽ ഇത് അസത്യമാണ്. എന്താണ് യഥാർത്ഥ ദേവാലയം? ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന അനുഭവം. അതിന് സോളമൻ പണിയിച്ച കെട്ടിടമൊന്നും ആവശ്യമില്ല. അതിന് വലിയ വലിയ വിലയേറിയ തടിയും കല്ലും പിന്നെ സ്വർണവും ഗോമേതകവും ഒന്നും ആവശ്യമില്ല. 2 or 3 പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവിടെ മധ്യയുണ്ട്. അതാണ് പുതിയ സത്യം. ഒരു പള്ളിയിൽ കയറിയിരുന്നാൽ മാത്രമേ, പുരോഹിതൻ്റെ മേൽക്കോയ്മേൽ മാത്രമേ ദൈവത്തെ ആരാധിക്കാൻ ഒക്കത്തുള്ളൂ എന്ന് പറഞ്ഞത് പണ്ടത്തെ കള്ളമാണ്. ആ കള്ളത്തെ അതിജീവിക്കുന്ന സത്യമാണ് ഞാനെന്നാണ് യേശു പറയുന്നത്. അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? അത് നമുക്ക് വേറൊരു ഉദാഹരണം പരിശോധിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ശത്രുവിനെ സ്നേഹിപ്പാൻ മനുഷ്യരെ സജ്ജമാക്കുന്ന ഒരാത്മീയ വളർച്ചയിലേക്ക് മനുഷ്യരാശി പുരോഗമിക്കുവാനുള്ള ആഹ്വാനമാണ് ഞാൻ എന്നാണ് യേശു പറയുന്നത്. എന്തുകൊണ്ടാണ്? ഞാൻ ദൈവസ്നേഹത്തിൻ്റെ ഇഹലോക ആവിഷ്കാരമാണ്. മനുഷ്യരെങ്ങനെയാണ് പരസ്പരം ശത്രുത്വം ആർജിക്കുന്നത്? മനുഷ്യർ വളർന്നു വരുന്ന വ്യവസ്ഥിതി ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ബലപ്രയോഗം, പവർ എന്ന തത്വത്തിൽ മാത്രമാണ്. ഈ തത്വം എപ്പോഴും ശത്രുത്വത്തെ പ്രസവിച്ചുകൊണ്ടേയിരിക്കും. ആ തത്വത്തിൽ നിന്ന് മാറ്റി മനുഷ്യനെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിച്ചാൽ ശത്രുവിനെ സ്നേഹിക്കുക എന്നത് മാത്രമാണ് സത്യമെന്ന് അവന് തിരിച്ചറിയും. എന്നാൽ ഈ വ്യവസ്ഥയിൽ, ഇപ്പോൾ നിലവിലിരിക്കുന്ന വ്യവസ്ഥിതിയെ അള്ളിപ്പിടിച്ചുകൊണ്ട് ശത്രുവിനെ സ്നേഹിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവൻ കള്ളമാണ് പറയുന്നത്. എന്നാൽ ശത്രുവിനെ സ്നേഹിക്കാൻ ഒക്കുമെന്ന് യേശു പറഞ്ഞാൽ അത് സത്യമാണ്. കാരണം അവൻ മറ്റൊരു വ്യവസ്ഥിതിയുടെ, മറ്റൊരു ദർശനത്തിൻ്റെ, ഒരു പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും രചയിതാവാണ്. അത് എഴുതി പബ്ലിഷ് ചെയ്യുന്ന എഴുത്തുകാരനാണ്. അവന് പറയാൻ അധികാരമുണ്ട്, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കണം, അത് സാധ്യമാണ് എന്ന് പറയാൻ സാധ്യമാണ്. നമുക്കിനിയും ഒരു കാര്യം പരിശോധിക്കാം. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ഭാഗ്യവചനങ്ങളുള്ളതാണല്ലോ. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് നീതി ലഭിക്കും. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. ഇത് സാധ്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? അയ്യോ, ഇത് സാധ്യം, കേൾക്കാൻ കൊള്ളാം, പക്ഷേ ഇത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ യേശു പറഞ്ഞത് മുഴുവൻ കള്ളമാണ്. എന്നാൽ യേശുവിൻ്റെ
ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർ, യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, ആ വഴിയിൽ കൂടെ സഞ്ചരിക്കുന്നവർക്ക് മാത്രം അറിയാവുന്ന സത്യമാണ് ഞാൻ വെളിപ്പെടുത്തുന്നത് എന്നാണ്. ആ സത്യത്തെ അറിഞ്ഞ് അതിനനുസരിച്ച് ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്നവൻ ജീവനിലേക്ക് പ്രവേശിക്കും. വഴിയും സത്യവും ജീവനും. അപ്പോൾ ആ ഒരു ദർശനത്തിൽ നോക്കുമ്പോൾ സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാരാണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ വ്യവസ്ഥ വെച്ച് നോക്കുമ്പോൾ സൗമ്യതയുള്ളവൻ തൊഴിൽ മേടിക്കും. അനുഭവത്തിൽ ഞാൻ പറയാം, സൗമ്യതയോട് നിൽക്കുന്നവൻ വെറും മണ്ടനാണ്. അവൻ മറ്റുള്ളവരുടെ ചവിട്ടുമെത്ത എന്താ പറയുന്നത്, ഡോർമാറ്റായിത്തീരും. സൗമ്യതയുള്ളവരെ അടിച്ച് ചവിട്ടി അരച്ച് താഴ്ത്തുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ലോകത്തിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ മാറി വരിച്ച് നടക്കുന്നത്. അവരെ നമ്മൾ ബഹുമാനിക്കും, അവരെ ഭയക്കും, അവരെ അനുസരിക്കും. യേശുവിനെ സ്വീകരിക്കാനും അനുസരിക്കാനും നമുക്ക് എന്താണ് പ്രയാസം? അവൻ ക്രൂശിലെ മരണത്തോളം അനുസരണം തികച്ചു. അവൻ സൗമ്യതയുടെ പര്യായമാണ്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, യേശു വിഭാവന ചെയ്ത ആ ആത്മീക വ്യവസ്ഥിതിയിൽ അപ്രകാരമുള്ള വ്യക്തിത്വം മാത്രമാണ് സത്യമായിത്തീരുന്നത്. ആ വ്യക്തിത്വത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. ലോകത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ സൗമ്യതയുള്ളവർ ഹതഭാഗ്യരായ ആളുകൾ. അവർക്ക് എല്ലാവരുടെ കയ്യിൽ നിന്നും തൊഴി കിട്ടും. ഇതാണ് വ്യത്യാസം. ഇതിലേതാണ് സത്യം, ഏതാണ് കള്ളം? ലോകത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കിയാൽ യേശു കള്ളം പറയുന്നു. യേശുവിൻ്റെ കണ്ണിൽ കൂടെ നോക്കിയാൽ ലോകം പറയുന്നത് മുഴുവനും വളരെ പരിമിതമായ മനുഷ്യത്വത്തെ അതിൻ്റെ ഏറ്റവും തരംതാണ വിധത്തിൽ മാത്രം അറിയുകയും അംഗീകരിക്കുകയും അത് ചില ആളുകളുടെ പ്രയോജനത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്നൊരു വ്യവസ്ഥിതിയാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് സത്യമെന്നാൽ എന്ത് എന്നതിനെപ്പറ്റി എനിക്കിനിയും പറയാനുള്ള ഒറ്റ കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുകയാണ്. എന്താണ് സത്യം, എന്താണ് അസത്യം? അസത്യമെന്നാൽ എന്തിനേയും ശോഷിപ്പിക്കുന്ന, ചുരുക്കുന്ന, അതിൻ്റെ ആത്മാവിനെ അതിൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തുന്ന ആ ഘടകമാണ് അസത്യം. ഉദാഹരണമായിട്ട് ഒരു ബന്ധം, സ്ത്രീ പുരുഷ ബന്ധമായിക്കൊള്ളട്ടെ, ഒരു യുവാവും ഒരു യുവതിയും പ്രണയത്തിലായി. അപ്പോൾ യുവാവ് ആ യുവതിക്ക് ചില ധാരണകൾ കൊടുത്തിരുന്നു. ഞാൻ ഇന്ന കുബേര കുടുംബത്തിലെ ആളാണ്, എൻ്റെ അപ്പന് 100 പറ കണ്ടവും 200 ഏക്കർ സ്ഥലവുമുണ്ട്, ഞങ്ങൾക്ക് പണ്ടൊക്കെ 10 ആനയുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇവൾ കേട്ടപ്പോൾ സന്തോഷമായി, ബഹുമാനം തോന്നി. അങ്ങനെ അവരുടെ സുഹൃത്ത് ബന്ധം അങ്ങനെ തകൃതിയായി മുമ്പോട്ട് പോകുമ്പോൾ വേറൊരു സ്രോതസ്സിൽ നിന്ന് ഈ പെൺകുട്ടിക്ക് മനസ്സിലായി പറഞ്ഞത് മുഴുവൻ കള്ളമായിരുന്നു എന്ന് മനസ്സിലായി. അപ്പോൾ എന്ത് പറ്റും? അവരുടെ ബന്ധം അങ്ങ് ചുരുങ്ങിപ്പോകും. ബലൂണിൽ സൂചി കൊണ്ട് കുത്തിയാൽ എന്ത് സംഭവിക്കും? അതുപോലെ സംഭവിക്കും, ചുരുങ്ങിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, അസത്യമെന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും ചുരുക്കി അതിൻ്റെ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തുന്ന ഘടകമാണ് ഈ അസത്യം. എപ്രകാരം ഊതി വീർപ്പിച്ച ഒരു ബലൂണിൽ സൂചി കൊണ്ട് കുത്തുമ്പോൾ അതിന് ഉള്ളിലുള്ള വായു അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ആ ബലൂൺ ചുരുങ്ങി ഒരു പരിതാപ അവസ്ഥ പ്രാപിക്കുന്നുവോ, അതുപോലെ ശരീരവും ആത്മാവും വേർപെട്ടു പോകുന്ന അവസ്ഥയാണ് ഈ അസത്യത്തിൻ്റെ അവസ്ഥ. അതുപോലെ തന്നെ എല്ലാ സാധ്യതകളെയും ചുരുക്കി ഉണങ്ങി വരേണ്ട അസ്ഥിയെപ്പോലെ ആക്കുന്ന അവസ്ഥയാണ് അസത്യത്തിൻ്റെ അവസ്ഥ. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പ്രവാചകന് നൽകുന്നൊരു ദർശനമുണ്ട്. പ്രവാചകനെ ഒരു താഴ്വരയിൽ കൊണ്ട് നിർത്തുകയാണ്. ആ താഴ്വര മുഴുവനും ഉണങ്ങിയ അസ്ഥികളുടെ കൂമ്പാരമാണ്. ഉണങ്ങിയ അസ്ഥികൾ എന്താണ്? അസത്യം. സത്യത്തെ ഉപേക്ഷിച്ച് മനുഷ്യരവിടെ മിടുക്കുകൊണ്ട് വലിയ നേട്ടങ്ങളൊക്കെ കൈവരിക്കാമെന്ന് വിചാരിച്ച് സത്യത്തെ ഉപേക്ഷിച്ചുകൊണ്ട് സംഭവിച്ച അവസ്ഥയാണ്, ദുരവസ്ഥയാണ്. എന്താണ്? എല്ലായിപ്പോയി. ഉണങ്ങിയല്ല. അല്പം വെള്ളമയം ഉണ്ടായിരുന്നാൽ കൊള്ളായിരുന്നു, അതുപോലുമില്ല. മജ്ജയോ വേണ്ട, ഒരു തുള്ളി വെള്ളം അതുമില്ല, ഉണങ്ങി വരണ്ടയല്ല. അത് എല്ലാറ്റിനെയും ചുരുക്കി അതിൻ്റെ വെറും
എന്താണ് ധാതുപരമായ ചുരുങ്ങിയ അവസ്ഥയിലേക്ക് അധപ്പതിപ്പിക്കുന്ന ഒരു വലിയ ശക്തിയാണ് ഈ അസത്യം എന്നുള്ളത്. അതുകൊണ്ടാണ് സാത്താൻ അസത്യത്തിൻ്റെ പിതാവാണ് എന്ന് പറയുന്നത്. സാത്താനെ കള്ളനായി യേശു അവതരിപ്പിക്കുന്നുണ്ട്. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. മോഷ്ടിക്കുകയും അറുക്കുകയും മുടിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി സംഭവിക്കുന്നത് എന്താണ്? എല്ലാറ്റിനെയും അവൻ ചുരുക്കിക്കളയുന്നു. എല്ലാറ്റിനെയും വികൃതമാക്കുന്നു. എല്ലാറ്റിൻ്റെയും വളർച്ചയുടെ ശത്രുവാണ് ഈ അസത്യത്തിൻ്റെ ഘടകം. ഇത് ദയവായി മനസ്സിലാക്കുക. അത് ഒരു ചെറിയ ഉദാഹരണം പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പം ഞാൻ വിദ്യാഭ്യാസത്തിൽ പ്രവർത്തിച്ചു. അപ്പോൾ പരീക്ഷാ സമയത്ത് ചില ഡാപ്പ് അടിക്കുന്ന പിള്ളേരുണ്ട്, കോപ്പി ചെയ്യുന്ന. ഇംഗ്ലീഷിൽ റിസോർട്ടിങ് ടു അൺഫെയർ മീൻസ് എന്ന് പറയും. അവരങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ വിദ്യാഭ്യാസ വർഷത്തിൻ്റെ ആരംഭം മുതൽ അവരെ സമയം നഷ്ടപ്പെടുത്തുന്നവരും അനാവശ്യമായ ക്ലാസ്സിൽ ശല്യം ഉണ്ടാക്കുന്നവരും അല്ലെങ്കിൽ ക്ലാസ്സിലിരിക്കേണ്ട സമയത്ത് വേറെ ഒരിടത്തും കറങ്ങി നടക്കുന്നവരും ആയിരിക്കും. അവരൊരിക്കലും വളരുകയില്ല. ഒരു പരീക്ഷ എഴുതുക എന്ന് പറഞ്ഞാൽ അതിൽ മാർക്ക് വാങ്ങിക്കുക എന്നല്ല എൻ്റെ അർത്ഥം. ഈ ഒരു വർഷം പഠിച്ചത് കൊണ്ട് എത്ര മേൽത്തരമായി പഠിച്ചു എന്ന് തിരിച്ചറിയേണ്ടതിൽ ഒരവസരമാണ് ഈ പരീക്ഷ എന്ന് പറയുന്നത്. അല്ല, മാർക്ക് വാങ്ങിക്കുന്നതിലല്ല പരീക്ഷയുടെ പ്രസക്തി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത് വളർച്ചയുടെ ഒരു അളവുകോലായിട്ടാണ് നമ്മൾ അതിനെ കാണേണ്ടത്. പക്ഷേ അങ്ങനെ ഈ അസത്യത്തിൽ കൂടെ മാർക്ക് വാങ്ങിക്കാമെന്ന് കരുതുന്ന ഒരു യുവാവോ യുവതിയോ ഒരു വിദ്യാർത്ഥിനി ഒരിക്കലും വളരുകയില്ല. കാരണം അത് മനുഷ്യൻ്റെ വളർച്ചയുടെ ശത്രുവാണ്. അങ്ങനെ നമുക്ക് പ്രാവർത്തികമായ ഏത് വിധത്തിൽ പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഇപ്പോൾ കേരളത്തിൽ തന്നെ എന്തുകൊണ്ടാണ് ഇവിടെ നമ്മുടെ സമ്പദ് വ്യവസ്ഥിതി വികസിക്കാത്തത്? എന്തുകൊണ്ടാണ് ഇവിടെ ഇൻഡസ്ട്രി വളരാത്തത്? എന്തുകൊണ്ടാണ് മലയാളിക്ക് ഇത്രമാത്രം കഴിവുണ്ടായിട്ടും നമ്മുടെ ഈ സംസ്ഥാനം ഇന്ന് പിച്ചച്ചട്ടിയുമായിട്ട് നടക്കേണ്ട ഗതികേട് വന്നു? ഇവിടെ അസത്യം നടമാടുന്നത് കൊണ്ടാണ്. സത്യസന്ധമായി ഇടപെടുന്ന എത്ര പേർ കേരളത്തിലുണ്ട്? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, 2016 ഞാൻ കേരളത്തിൽ വന്ന് താമസമാക്കിയ ശേഷം നാളിതുവരെ ഒരൊറ്റ അനുഭവത്തിൽ പോലും സത്യസന്ധമായൊരു ഡീലിംഗ് എൻ്റെ അനുഭവത്തിലൂടെ ഉണ്ടായിട്ടില്ല. ഈ സംസ്ഥാനം എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത് എന്നതിനെപ്പറ്റി എനിക്ക് ഗണ്യമായ ഭാരമുണ്ട്, ചിന്താഭാരമുണ്ട്. അപ്പോൾ ദയവായി തിരിച്ചറിയുക, നാം സത്യത്തെ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ സംഭവിക്കുന്നത് എല്ലാം ചുരുങ്ങി അവസാനം ഒരു സമൂഹവും ഒരു രാഷ്ട്രവും ഉണങ്ങിയ അസ്ഥികൾ കൂട്ടിവച്ചിരിക്കുന്ന കൂമ്പാരം പോലെ ആയിരിക്കും. നമ്മുടെ സഭകളുടെ അവസ്ഥയും ഇത് തന്നെയാണ്. സത്യത്തിൻ്റെ യേശുവിനെ സാക്ഷീകരിക്കുന്ന സഭ ബാക്കി എല്ലാ കാര്യത്തിലും അസത്യമേ ചെയ്തുള്ളൂ. പ്രത്യേകിച്ച് ധനപരമായ ലാഭം വരുന്ന ഒരു മേഖലയിലും സഭയുടെ ഒരു പ്രവർത്തനത്തിൽ നിന്നും ആരും സത്യസന്ധത പ്രതീക്ഷിക്കരുത്. അനുഭവം കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ സംഭവങ്ങളൊന്നും പറഞ്ഞ് നിങ്ങളെ വീർപ്പുമുട്ടിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു തത്വം മനസ്സിലാക്കുക. അസത്യം ഇതാണ്. എങ്കിൽ സത്യം എന്താണ്? മനുഷ്യത്വത്തിൻ്റെ ചക്രവാളത്തെ പ്രപഞ്ചത്തിൻ്റെ അറുതിക്കപ്പുറത്ത് വളർത്തുവാൻ തക്കവണ്ണം നിരന്തരമായി അദമ്യമായി ആഗ്രഹിക്കുന്ന ശക്തിയുടെ പേരാണ് സത്യം എന്നുള്ളത്. നാക്കുകൊണ്ട് 2 വാക്ക് പറഞ്ഞു എന്നുള്ളതല്ല. ഞാൻ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? ഇപ്പം ഞാനൊരു കോളേജ് അധ്യാപകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാനൊരു കോളേജ് പ്രിൻസിപ്പലായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ നാഷണൽ കമ്മീഷൻ്റെ അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ മേഖലയിലൊക്കെയും പ്രവർത്തിക്കുമ്പോൾ ഞാൻ ഏത് ദർശനത്തോടു കൂടെയാണ് പ്രവർത്തിക്കുന്നത്? ഞാൻ സത്യത്തെയാണോ പിന്തുടരുന്നത്, ഞാൻ അസത്യത്തെയാണോ പിന്തുടരുന്നത് എന്ന് അപ്പോഴാണ് അറിയുന്നത്. ഞാൻ കോളേജിൻ്റെ പ്രിൻസിപ്പലായി ജോലി ചെയ്യുമ്പോൾ എൻ്റെ ചുമതല ഒരു കോളേജ് നടത്തുക എന്ന് മാത്രമല്ല, ഭാരതത്തിൽ നടമാടുന്ന ഉന്നത വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള ദർശനം എന്താണ്, അതെത്രമാത്രം മാറ്റേണ്ടിയിരിക്കുന്നു, അതിൽ എത്രമാത്രം ഔന്നത്യമേറിയ സാധ്യതകൾ വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്നു, അതും എൻ്റെ കടമയാണ്. ഞാൻ അതനുസരിച്ച് എൻ്റെ ചുമതലകൾ കൈകാര്യം ചെയ്തപ്പോൾ അഗ്നിപർവ്വതം പൊട്ടുന്നത് പോലെ പൊട്ടലുണ്ടായി. അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങളെൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. എൻ്റെ പേര് ഓൺ എ സ്റ്റോമി കോഴ്സ് എന്നാണ്
amazon.in പോയാൽ ആ പുസ്തകം ഇപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സത്യത്തെ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ മനുഷ്യൻ്റെ വ്യക്തിത്വവും മനുഷ്യത്വത്തിൻ്റെ സാധ്യതയും അത്ഭുതാവഹമായി ഇന്ന് മനുഷ്യർക്ക് വിഭാവന ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ വിഭാവനകൾക്കൊക്കെ വളരെ 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 അപ്പുറത്ത് പോകത്തക്കവണ്ണം മനുഷ്യൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും അല്ലെങ്കിൽ വ്യക്തിയുടെയും വ്യക്തിത്വത്തിൻ്റെയും വളർച്ചയ്ക്ക് ഏറ്റവും വലിയ സംഭാവന ചെയ്യുന്ന എന്താണോ അതാണ് സത്യം. ആ സത്യത്തിൻ്റെ പേരാണ് യേശു എന്നുള്ളത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ വന്നത് അവർക്കെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, അവർക്കെന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാവർക്കും യാതൊരു ഭേദവുമെന്നേ അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും അത്രേ ഞാൻ വന്നത്. അതാണ് സത്യം. അതിനുതകാത്ത ഒന്നും സത്യമല്ല. എത്ര തെളിവുകളോടുകൂടെ അവതരിപ്പിച്ചാലും അത് സത്യമല്ല. മനുഷ്യത്വത്തെ ചുരുക്കുകയും മനുഷ്യൻ്റെ വില ഇടിക്കുകയും ചെയ്യുന്ന ഒന്നും സത്യമല്ല. എന്നാൽ മനുഷ്യത്വത്തിൻ്റെ ചക്രവാളത്തിൻ്റെ അതിരുകൾ തിരുത്തി എഴുതുന്ന, അതിനെ വികസിപ്പിച്ച് ബ്രഹ്മാണ്ടത്തിനപ്പുറത്ത് കൊണ്ടുപോകുന്ന എന്തും സത്യമാണ്. അങ്ങനെയുള്ള ഒരു വലിയ ആഹ്വാനത്തിൻ്റെ പേരായിട്ടാണ് ഞാൻ യേശു എന്ന നാമം അറിയുന്നത്. ആ സത്യമാണ് പൊന്തിയോസ് പീലാത്തോസിൻ്റെ മുമ്പിൽ നിന്നത്. അവനോട് സത്യത്തിൻ്റെ ഒരു ഡെഫിനിഷൻ ചോദിച്ചാൽ അവൻ പറയുകയില്ല. അവൻ്റെ നിശബ്ദതയാണ് അവിടെ അവശേഷിക്കുന്ന ഏക ഉത്തരം. കാരണം ആ നിശബ്ദതയോ തലമുറകൾക്ക് സത്യമെന്നാൽ എന്ത് എന്ന അന്വേഷണത്തിലേക്കുള്ള ഒരാഹ്വാനം കൂടെയാണ്. ഈ ആശയം വേണ്ടതുപോലെ അവതരിപ്പിക്കുന്നതിൽ ഏത് തോതുവരെ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ മനസ്സിൽ ഇതിനെപ്പറ്റിയുള്ള ആവേശങ്ങൾ വളരെ അധികമാണ്. ആവേശം വന്നാൽ തന്നെ ആശയങ്ങൾ തകിടം മറിഞ്ഞു പോകും. ഏതായാലും ചില ചിന്തകളുടെ ശകലങ്ങളെങ്കിലും പ്രേക്ഷകർക്ക് പ്രദാനം ചെയ്യാൻ കഴിഞ്ഞു എന്ന പ്രതീക്ഷയിൽ വാക്കുകൾ തൽക്കാലം ഉപസംഹരിക്കുന്നു. ഇതിൽ സഹകരിച്ച ഏവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു.